എന്താ ഇറങ്ങും എന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണോ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ, അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ? വീട്ടിൽ പോടാ. അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനി ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാള് ഗിഫ്റ്റ് വാങ്ങിട്ട് പോവൂ. അമ്മാവോ, അമ്മാവോ, ഏരിയ വളരെ മോശമാ. അമ്മാവ് ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്ക്. ചെല്ല് ചെല്ല്. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ, വണ്ടിയിലോട്ട് കയറാൻ. അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. അവിടെ പോണം. വണ്ടി വിട. എന്താണോ പേര്? മേനോൻ. എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണോ സർക്കസ് മാനേരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ്മ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ കാണിക്കുന്നേ? അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കും. ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ, ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ഇളമേ, 24 വർഷമായി വിഭാരിനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ട് ഇപ്പൊ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലാമേ, എഫ്ഐആർ എഴുതിക്കോ. എക്സ്ക്യൂസ് മീ, എസ്ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ, അത് ശരി. ആരോടത്തെ എസ്ഐ? മറിയാമ്മ സാറാ. ഓ, മറിയാമ്മ. അല്ല, അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. യൂസ് ചെയ്യും. ആക്ച്വലി എന്താണോന്ന് പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ
എന്നെ എങ്ങനെ ഞാൻ മനസ്സിലായി? മറിയാമ്മയാടോ. ദേ താൻ പണ്ടേ എസ് എൻ കോളേജ് പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ ആ മറിയാമ്മ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ പോയി നിൽക്കണം. സോറി, കിളവൻ കേട്ട്. ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ദേ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ താടിക്കാരനോ? ആ, ആ. രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ. പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാന്ന്. അപ്പൊ പൊട്ടനോ? ആ ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല. ആ ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിറ്റിങ്ങനൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, FIR എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയാ വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് ഓക്കേ. അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട് ട്ടോ. കാതേ കടിക്കുന്നില്ല. പോ. മേന്നെ, അല്ല നാരായണനെ മേന്നെ. ദേ, 1 2 3 4. തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞേ? അല്ല വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. ആ തുടങ്ങിക്കോ. നടന്നോട്ടെ. പെങ്ങളെ നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയം തുടങ്ങാം. 1 2. ഞാൻ തന്റെ കൂടില്ല. താനീ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ. ദേ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ആ ഒരു ആത്മാർത്ഥയുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താൻ ആ റെസ്റ്റോറന്റ് ഇരിക്കും. അവന്റെ കണ്ണ് പിടിച്ചാൽ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കിയേ. ഓളോ ഇവിടുത്തെ. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. സാർ ഒരു കോളുണ്ട്. ഹലോ ഹലോ. ആ താനോ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയ പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലേ ഞാൻ ഇളക്കി തരാം. ധൈര്യം ഉണ്ട് ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ആ ഹലോ. എന്താ ഒന്നും മിണ്ടാത്തെ? ആ ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ? വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേൻ അറിയിച്ചാലടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരു ആവശ്യമില്ലടി. തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ എങ്ങോട്ട് പോകുന്നു കണ്ടു. താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. ദേ നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോണ്ടേ?
ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്നു വല്ല അച്ചാറുണ്ടാക്കി വിൽക്കടോ. ചലോ സുഭാഷ് ഭാർ, കമോൺ. യെസ് കമോൺ. എന്താ മെന്നെ ഒരു സ്ത്രീ ശബ്ദം? എന്തായാലും നാരായണേട്ടന് കല്യാണം ആലോചിക്കാൻ പറ്റിയ പെണ്ണല്ല, സ്വല്പം പ്രായ കൂടുതലാ. ഹലോ അങ്കിൾ. ഹലോ. നിങ്ങൾ തമ്മിൽ അറിയൂ? പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കങ്കിൾ നമ്മൾ തമ്മിലുള്ള അഫയറിനെ പറ്റി. നാരായണ എവിടെ പോവാ? ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു, ഇപ്പഴാ ഓർത്തത്. അത് നന്നായില്ലേ? ഈ നാരായണേട്ടന് ഇത് എന്താ പറ്റിയേ? നാരായണ ഒന്ന് നിന്നേ. നാരായണൻ വന്നോ? വരികയും ചെയ്തു, വന്ന പോലെ പോവുകയും ചെയ്തു. എന്താന്നറിയില്ല. എന്നെ കണ്ടിട്ട് ആളോടിയത്. അതെന്താ? ഞാനല്ലേ മൂപ്പിലാനെ കണ്ണു കാണിച്ചെന്ന് പാർക്കിൽ കൊണ്ടുവന്നത്. അത് നീയാണോ? പിന്നല്ലാതെ. മിടുക്കി. ഇങ്ങനെയുള്ള വായു നോക്കികൾക്ക് ഇത് തന്നെ ശിക്ഷ. ആ അങ്കിൾ എന്താ ഇവിടെ? ആ അതറിയില്ലേ? ആ വായി നോക്കിയ അങ്കിളിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാ ദേ ഇരിക്കണേ. കൂട്ടുകാരനെ കാണാൻ വന്നതാ. അയ്യേ, ഇങ്ങനെയുള്ള ആൾക്കാരാണോ അച്ഛന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ മനസ്സിലായില്ല ആളുടെ സ്റ്റാൻഡേർഡ്. ഇവൻ ഈ പറയുന്നൊന്നും ഇല്ല മോളെ. അയാൾ ഒരു സാധുവാ. ഉണ്ടായിരുന്ന ഒരു ഭാര്യ പിണങ്ങിപ്പോയി. വയസ്സുകാലത്തൊരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ ഏത് പെണ്ണ് മുഖത്ത് പോയി ചിരിച്ചാലും അയാളെ വിചാരം അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന. അങ്ങനെയാ മോളുടെ കയ്യിലും വന്ന് പെട്ടത്. മോൾ ചായ കുടിച്ചേ. അപ്പൊ അതിൽ നിന്ന് സ്വപ്നം കാണുന്നത് ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടിരിക്കുന്നു. വീട്ടിൽ ആള് വന്ന് കയറിയിട്ട് അറിയുന്നേ ഇല്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. ഞാന് ശരിക്കും ഒരു സ്വപ്നം കാണുമായിരുന്നു. അതെന്ത് സ്വപ്ന? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അച്ഛാ, ഇത് ജ്യോതി, കസിൻ. ഓ ധാരാളം കേട്ടിട്ടുണ്ട്. കൊടുക്ക്. എന്താ ഇത്? 18-ാം തീയതി എന്റെ കല്യാണ. ഓ കൺഗ്രാറ്റുലേഷൻസ്. തറവാട്ടി വെച്ചിട്ടാ. അച്ഛനും പവിയും തലേദിവസം തന്നെ വരണം. ഇപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട അച്ഛാ, ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുള്ളതാ. താഴെ ഓട്ടോ വെയിറ്റ് ചെയ്യാ. അത് ശരി. മെന്നെ ദേ പുതിയ കുട്ടിയുടെ ഫോട്ടോ എങ്ങനെയുണ്ട്? കാണോ? ഞാൻ പിന്നെ വരാം. അല്ല, ഒന്നൊന്നേ, അങ്കിളിനെയും കൂടി കാണാനാ ഞങ്ങള് വന്നത്. എന്താ വിശേഷം? ഇവളുടെ കല്യാണ. കൊടുക്ക്. അച്ഛന്റെയും പവിയുടെയും കൂടെ അങ്കിളും കല്യാണത്തിന് വരണം. അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അച്ഛാ, എന്നാ ഞങ്ങൾ ശരി ശരി ശരി. അങ്കിളിനെ പ്രതീക്ഷിക്കണ്ട. അതെന്താ? ഞാൻ ഈടെയായിട്ട് കല്യാണം കൂടെ അങ്ങനെ പോവാറില്ല. താലികെട്ടെന്നുള്ള കർമ്മം കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതല്ലേ. ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി. നീ ഇങ്ങനെ മൂത്ത് അരച്ച ചാവ് തന്നെയുള്ളൂ, പണ്ടാറടങ്ങ. നാരായണ, താൻ അഞ്ജനെ ശ്രദ്ധിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതല്ലടോ, ഞാൻ ഈയിടെ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ അഞ്ജനയും പവിയുമാ. അവര് നല്ല ചേർച്ചയല്ലേ? അതിന് താ സ്വപ്നം കണ്ടാ മതിയോ? അവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയണ്ടേ? അപ്പോ ഞാൻ പവിയോടൊന്ന് സംസാരിക്കല്ലേ? സംസാരിക്കേണ്ടത് പവിയോടല്ല. താൻ ഒരു കുറ്റിച്ചൂല് കാണിച്ച് കെട്ടടാന്ന് പറഞ്ഞാൽ തന്റെ മോൻ കെട്ടും. അതുകൊണ്ട് ആദ്യം അറിയേണ്ടത് ആ കുട്ടിയുടെ മനസ്സാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ ഇതുവരെ കണ്ട എല്ലാ കുട്ടികളെയും എനിക്ക് ഇഷ്ടായി. പക്ഷെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടല്ല. ആദ്യം ആ കുട്ടിയോട് സംസാരിക്കുക, എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ താൻ നടത്തിക്കോ. അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കില്ലോ. 100 ആയിസ നിങ്ങൾ സന്ധിക്കുമ്പെത്തുന്ന് ഞാൻ ഇപ്പൊ ജ്യോതിയോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, നാരായണേട്ട ഫോട്ടോ എടുക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വേറെ ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്യില്ലായിരുന്നല്ലോ. കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ എടുത്താ കിട്ടുന്ന ക്യാമറ അല്ല ഇത്. പിന്നെന്തിനാ അത് കൊണ്ടു നടക്കണേ? ഇതൊരു 30-35 വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്താലേ പതിയൂ. ആരാ ഇത് പവിയാ. ചവിയോ? ഓ, പ്രായത്തിരി കൂടുതലാണെങ്കിൽ ആളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? എന്താ? ഒന്നുമില്ല. ഒന്ന് മാറിയെന്ന് ഞാൻ ശരിയാക്കി തരാം. ഒന്നുമില്ല. വരൂ വെച്ചാ. മതിയാ. ഇത് ജ്യോതിയുടെ അച്ഛനും അമ്മയും. ഹലോ. അമ്മാവന് മനസ്സിലായോ ഇതാരൊക്കെയാന്ന്? കൊള്ളാം, നിങ്ങളെ പറ്റി പറയാനേ കുട്ടികൾക്ക് എപ്പോഴും നേരമുള്ളൂ. എന്തായാലും സന്തോഷായി. നേരത്തെ തന്നെ നിങ്ങൾ എത്തിയല്ലോ. ഇനിയിപ്പോ എന്താ വേണ്ടേ? വെള്ളം കോരിയേ, വിറവ് വെട്ടിയേ? അയ്യോ, ഒന്നും വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളല്ലേ. മാളികപ്പുരയില് നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. അഞ്ജു, ആ
എന്താടോ മേന്നെ പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ഇരട്ട പറ്റൂന്ന് കേട്ട പോലെ നിക്കണേ? ഇയാളുടെ ഓഡിയോ സിസ്റ്റം തകരാറിലായോ? മേന്നെ എടോ മേന്നെ, എന്റെ മേന്നെ താഴെ ചാകരയാടോ ചാകര. 30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ. ഒന്ന് കൂട്ടുവാടോ മേന്നെ. തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലെന്ന്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശീവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം. താവാ. എന്താ തനിക്ക് പറ്റിയേ? വന്നപ്പോഴുള്ള ആ ഉഷാർ അങ്ങോട്ട് കാണാനില്ലല്ലോ. ദേ നല്ല നാടൻ അന്തിക്കള്ള് ഇവിടെ കിട്ടും. അത് 2 ഗ്ലാസ് അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് താഴ്ത്തിക്ക് ഇറങ്ങുക. നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങുക, നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക വാങ്ങുക. ഇങ്ങനെ അർമാദിച്ച് ഒരു സ്പർശന സുഖം, ഒരു ടച്ചിങ്സ്. അപ്പൊ ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് പിന്നീട് വരാം. ആരും ഒന്നും സംഘടിപ്പിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പവി, തറവാട്ടിലേതൊന്നും പതിവില്ലാത്തതാ. പിന്നെ നിങ്ങൾ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴുങ്ങി അടിച്ച് വീലായി തലയും കുത്തി എന്ന് വാള് വെക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയതല്ലേ, അപ്പൊ രാത്രി മുഴുവൻ പാട്ടും കൂത്തും മേളം ഒക്കെ ഉണ്ടാവും. എപ്പോഴാച്ചാ താഴേക്ക് വരാം. പെട്ടെന്ന് എഴുന്നള്ളണേ. നെറ്റിപ്പട്ടം കെട്ടണേ. മേന്നെ നമ്മള് മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തിൽ കണ്ടു. താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ. വേറൊന്നിനുമല്ല, ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാൽ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് 2 എണ്ണം വീശാലോ. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ എനിക്കിന്ന് നന്നായിട്ട് കുട്ടിച്ച് ഇങ്ങോട്ട് അർമാദിക്കണം. എവിടെ ബാത്റൂം? വേറൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഛർദിക്കാനാ. ഇന്ന് ഞാൻ ഛർദിച്ച് ഇവിടെ കൊളാക്കുന്നു ഞാൻ. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ. അവരുടെ വീട്ടിലല്ലേ അഞ്ചന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശാരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്. അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്ത്? കഴുത്തില് താലി കണ്ടില്ലെന്ന്. ഒരു സ്ത്രീയെ കണ്ട എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ, താലി കണ്ടില്ല. കല്യാണം കഴിക്കാണ്ട് കഴുത്തിലോടുന്ന താലി ഉണ്ടാവുക? കിടന്ന അപ്പൊ ഉറങ്ങും പാവോ. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ, ഞാൻ റെഡിയാ. കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പൂരി മോന്തക്കടിക്കും. അടി ഞാൻ കൊണ്ടോളാം. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചരക്ക്. വൃത്തികെട്ടവൻ. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. ഞാൻ കള്ളത്താടിക്കാരൻ. മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ. എനിക്ക് പേടിയാ. ഈ പണ്ടാറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ! എന്താണോ? എനിക്ക് എന്റെ അമ്മേനെ വിളിക്കാൻ പാടില്ലേ? സ്വപ്നത്തിലെ പാട്ടുകാരി ടീച്ചറെ തന്നെ കാണിക്കണേ എന്റെ ഈശ്വര. എന്താ എടുക്കാത്ത? മോളെ ആരോടും പറയണ്ട, ഇതിന്റെ അകത്ത് ഫിലിമൊന്നുമില്ല. പിന്നെ ഇതിൽ കൂടെ നോക്കുമ്പോ ഒരു കുളിർമ, അത്രേ ഉള്ളൂ. ഓ അത് ശരി. ആന്റിയുടെ ഹസ്ബൻഡേ പട്ടാളത്തിലാ. അധികം കുളിരുണ്ട, പനി പിടിക്കും. ആ, കൂട്ടുകാരെവിടെ? കണ്ടില്ലല്ലോ. ചെറുക്കൻ ഷെഡ് കാണാനില്ല, ഷർട്ട് കാണാനില്ല എന്നും പറഞ്ഞ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. വയസ്സാം കാലത്ത് തന്നെ താടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കണ്ടാവും. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ല്. ഔ പട്ടാളം. അച്ഛൻ എന്ത് പണിയെ കാണിച്ച? പെട്ടിക്കകത്ത് വേറൊന്നും കണ്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടത്. എനിക്ക് വൈകിട്ടുണ്ട് നടക്കാൻ. ആളുകൾ മുഴുവൻ എന്നെ നോക്കുക ഏതൊരു പുതിയ ജീവിയെ പോലെ. ഇങ്ങോട്ട് ഒരിക്കും. ഇതിപ്പോ എല്ലാരും കണ്ടുപോയില്ലേ? താലി കെട്ടി വരെ ഞാനിടാം. സദ്യക്ക് നീട്ടോ? സദ്യക്കാ? അയ്യടാ.
എന്താ രണ്ടുപേരും കൂടെ മാറുന്നൊരു വഴക്ക്? ഏയ്, ഇവൻ അയ്യേ, പവിക്കത് എവിടുന്ന് കിട്ടിയ അമ്മാവൻ വേഷം? ദേ, അച്ഛനെ കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും ഇത് അച്ഛനും ഇത് മോനും എന്നേ പറയൂ. അതിപ്പോ അല്ലേലും എല്ലാരും അങ്ങനെ തന്നെ പറയുന്നത്. മുഹൂർത്തായി. മുഹൂർത്തമായി. ഷട്ടൂരി തന്നിട്ട് മുഹൂർത്തമായിന്ന്. ഷവി ഇവിടെ വെക്കുക വരണില്ലേ? ഷവി തന്റെ അപ്പൂപ്പന വരാടോ തന്റെ 16-ന്. നീ അങ്ങനെ ചുമ്മാതൊന്നും എന്റെ വീടിന്റെ പടി ചവിട്ടില്ലാന്ന് എനിക്കറിയാം. ഉരുണ്ട് കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്ന മുഖപുര വേണ്ട. നാരായണേട്ടൻ കഴിഞ്ഞ 25 കൊല്ലമായി ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം നടത്താനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നീ എന്റെ കല്യാണം നടത്താൻ പോവാ? അതെ. നീ നിന്റെ ചേട്ടന്റെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുത്തോ? അച്ഛൻ കൂടെ ഉള്ളപ്പോ എന്തിനാ അച്ഛേട്ടൻ? ഓ, അപ്പൊ അച്ഛനും തുടങ്ങിയോ ബ്രോക്കർ പണി? ശ്രമിച്ചു കഴിഞ്ഞ ഒരു ബ്രോക്കറാക്കാം, പക്ഷെ ഇപ്പൊ പിടിക്കണം. ആത്മാർത്ഥതയുള്ള കൂട്ടുകാരനത്രേ. സിംഗപ്പൂര് 20 വർഷത്തോളം ഒരേ പാത്രത്തിൽ കിടന്നുറങ്ങി ഒരേ പായിൽ ഊണ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അങ്ങനെയല്ലല്ലോ, ഒരേ പാത്രത്തിലുണ്ട് ഒരേ പായിൽ കിടന്നുറങ്ങിന്നല്ലേ. തിരുത്താനൊന്നും നേരമില്ല. സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലേ കിളി പോലെ ഒരു കുട്ടി കയ്യിലിരുന്നിട്ട് മിണ്ടിയോ കൂട്ടുകാരൻ? ഏത് കുട്ടി? കേട്ടാ ഞെട്ടരുത്. ഓ, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ പിടിപ്പിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ തെളിയിച്ച് പറ. നമ്മുടെ അഞ്ജനയുടെ ടീച്ചർ പ്രൊഫസർ ശ്രീദേവി. ആ പാട്ടുകാരിയാ? അതെ. അപ്പൊ നീയല്ലേ പറഞ്ഞത് കല്യാണക്കാര്യം പറഞ്ഞ ആ പാട്ടുകാരി ചെരുപ്പൂരി അടിക്കുന്നു? അതന്ന്. അപ്പൊ ഇപ്പൊ മാറ്റം വന്നണ്ടാ? ഇപ്പോഴാണ് എനിക്ക് നാരായണേട്ടന്റെ ഫീലിങ്സ് മനസ്സിലായത്. അച്ഛനോട് ചെന്ന് നാരായണേട്ടൻ ഒരു വാക്ക് പറഞ്ഞാ മതി, അപ്പ കല്യാണം. അതെങ്ങനെ? പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയും അച്ഛനും ഒരേ നാട്ടുകാരാ. അവര് തിക് ഫ്രണ്ട്സാ. ഉവ്വ്. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാ പിന്നെ ഈ കുട്ടിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. നാരായണേട്ടന്റെ ഇക്കണ്ട സ്വത്തുക്കളൊക്കെ നോക്കിയെടുത്താൻ ഒരാള് വേണ്ടേ? ഇക്കണ്ട സ്വത്തൊക്കെ നോക്കി നടത്താൻ ഞാൻ തന്നെ മതി. എനിക്ക് വേണ്ടത് മറ്റതാ. ഏത്? കല്യാണം. അതിന് നാരായണേട്ടൻ ഉത്സാഹിക്കണ്ടേ? ഞാൻ ഉത്സാഹിക്കാണ്ടാണോ? എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം ചെല്ല്. അച്ഛനിപ്പോ അവിടെ ഒറ്റയ്ക്കാ. പിന്നെ ഞാനാണ് ഇതിന്റെ പുറകിലെന്നുള്ള കാര്യം അച്ഛൻ അറിയരുത്. എന്റെ മോനെ, നിനക്ക് ഞാനിപ്പോ എന്താ തരുക? എനിക്കൊന്നും തരണ്ട, ഒന്ന് വേഗം ചെല്ലു. മോനെ പവി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി. വടക്കൻ വീരകഥ സിനിമ എത്ര പ്രാവശ്യം കണ്ടു? 3 പ്രാവശ്യം. ഒന്ന് വേഗം ചെല്ലേ. ദേവി ശ്രീദേവി തേടി ഓ, നല്ല കാലം വന്നപ്പോ നട്ടെല്ല് നിവരണില്ല. എണീക്കടോ. അല്ല, ഈ രാത്രി തന്നെ വേണമെന്നില്ല, നേരം വെളുത്തിട്ടായാലും മതി. ഞാൻ സ്കൂട്ടറും കൊണ്ട് വരാം. എണീക്കടോ. പിന്നെ എണീക്കാൻ. അതാരാണെന്ന് എനിക്കറിയാവോ? ടീച്ചർ ശ്രീദേവി. അത് നിങ്ങൾക്ക് ടീച്ചറും ശ്രീദേവിയൊക്കെ. എനിക്ക് അവൾ എന്റെ ദേവിയാ, ദേവി. ഒരേ നാട്ടിൽ ജനിച്ചു, അടുത്തടുത്ത വീടുകളില് ഒന്നിച്ച് കളിച്ചു വളർന്നു, പഠിച്ചത് ഒരേ സ്കൂളില് ഒരേ കോളേജില്. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാ ഞങ്ങള്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ. എത്ര ജന്മം കഴിഞ്ഞാലും അവളെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും തനിക്ക് അവകാശമില്ല. മനസ്സിലായ? അല്ല മെന്നെ, ഒരേ നാട്ടുകാരാണ്, പരിചയക്കാരാണ് എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. അറിയില്ല, തനിക്ക് നല്ല ആർക്കും അറിയില്ല. സമ്പത്തും തറവാടുത്തും വെച്ച് നോക്കുമ്പോ അവളുടെ മുമ്പ് ഞാൻ ഒന്നുമല്ലായിരുന്നു. ദേവിയുടെ ആങ്ങളമാര് അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ദേവി പറഞ്ഞു, ഞാൻ വരാൻ കിച്ചേട്ടാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്തൊക്കെയോ വാരിപ്പെറുക്കി കല്യാണത്തിലെന്ന് പാതിരാത്രി ഞങ്ങൾ ഇറങ്ങി. പക്ഷേ പുഴ കിടക്കുമ്പോ അവര് പിടിച്ചു. എന്നെ തല്ലിച്ചതച്ച് ചത്തൂന്ന് പറഞ്ഞ് കായലിന്റെ വരമ്പത്ത് കൊണ്ടിട്ടു. എഴഞ്ഞു വലിഞ്ഞ് എവിടേക്കോ പോയി. അവസാനം സിംഗപ്പൂർ വന്നടിഞ്ഞു. ആങ്ങളമാരുടെ കയ്യൂക്കിന് മുമ്പിൽ വഴങ്ങി. ഇഷ്ടമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനാണല്ലോ അവളുടെ വിധി. അങ്ങനെ മനസ്താപപ്പെട്ട് എന്റെ പ്രാരാബ്ധങ്ങളെയും കെട്ടിപ്പിടിച്ച് ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് പോയി. ദേവി കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും തനിച്ചാണെന്ന് അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് പവി പറയുമ്പോഴാടോ ഞാൻ അറിയുന്നേ. അന്നു മുതൽ എന്റെ സമനില തെറ്റി. ദേവിയെ പിന്നെ കണ്ടപ്പോ ഞാൻ പണ്ടത്തെ 20 വയസ്സുകാരനായി. ഈ പ്രായത്തിലും ഒരു കോമാളിയായി. എന്നാലും ഒന്നെനിക്ക് ഉറപ്പാ, ദേവി കാത്തിരുന്നത് അവളുടെ കിച്ചേട്ടന് വേണ്ടിയാ. പക്ഷെ കണ്ടപ്പോഴോ അയാൾക്ക് കുടുംബമായി, വലിയ കുട്ടികളായി. കഷ്ടമല്ലേ അവളുടെ കാര്യം? എന്നും ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റ ഒരുത്തൻ കാരണമാടോ അവക്കൊരു ജീവിതമില്ലാതായി പോയത്.